So hello everyone. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് is about the topic capillary effect അല്ലെങ്കിൽ capillarity എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. It's a very simple topic. തീരെ കുറച്ച് കൺസെപ്റ്റ്സേ ഉള്ളൂ, തീരെ കുറച്ച് പ്രോബ്ലംസേ ഉള്ളൂ. Now you have got two tumblers. The first tumbler, second tumbler. First tumbler നമ്മൾ we are providing it with water. നമ്മളത് we are filling it with water. Second tumbler നമ്മൾ മെർക്കുറി ഫില്ല് ചെയ്യാന്ന് ഓർക്കുക. ഈ രണ്ട് ടംബ്ലറിലേക്ക് നമ്മൾ ഒരു തിൻ സ്ട്രോ അല്ലെങ്കിൽ ഒരു തിൻ ട്യൂബ് അല്ലെങ്കിൽ ട്യൂബ് വിത്ത് വെരി സ്മോൾ ഡയമീറ്റർ നമ്മൾ ഇൻസേർട്ട് ചെയ്യാണ്. ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്? ഈ വാട്ടർ ഇരിക്കുന്ന ടംബ്ലറിലെ ലിക്വിഡ് ലെവൽ ഇങ്ങനെ റൈസ് ചെയ്യുന്നത് കാണാൻ പറ്റും. ഇൻസൈഡ് ദ ട്യൂബ്, ഈ ട്യൂബിന്റെ ഉള്ളിലെ ലിക്വിഡ് ലെവൽ റൈസ് ചെയ്യുന്നത് കാണാൻ പറ്റും. മെർക്കുറി ഇരിക്കുന്ന ടംബ്ലറിലെ മെർക്കുറിയുടെ ലെവൽ ഇൻസൈഡ് ദ ട്യൂബ് ഫോൾ ആകുന്നത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ വിത്തിൻ എ ട്യൂബ് ലിക്വിഡിന്റെ അല്ലെങ്കിൽ ഫ്ലൂയിഡിന്റെ ലെവൽ റൈസും ആകും ഫോളും ആകാൻ സാധ്യതയുണ്ട്. അതൊരു പ്രത്യേക ഫിനോമിനൻ ആണ്. ദാറ്റ് ഫിനോമിനൻ ഇസ് നോൺ ആസ് capillary effect or capillarity. So capillary effect is the phenomenon of rise or fall of liquid surface inside a tube of very small diameter. Tube of very small diameter. Okay, in a capillary rise and capillary fall എപ്പോഴും ഉണ്ടാവുന്നത് നമുക്ക് നോക്കാം. So we'll start with capillary rise first. Okay, so നമ്മൾ ഒരു ടംബ്ലറിലോട്ട് ഒരു ട്യൂബ് ഇൻസേർട്ട് ചെയ്തപ്പോഴത്തേക്കിന് വാട്ടർ ലെവൽ ഗോട്ട് ഇൻക്രീസ് ഇൻസൈഡ് ദ ട്യൂബ്. നമ്മൾ ട്യൂബ് മാത്രം ഇട്ട് കാണിക്കുകയാണ്. ദിസ് ഈസ് ദ ട്യൂബ്. സോ ഇനീഷ്യൽ വാട്ടർ ലെവൽ അല്ലെ വാട്ടർ ലെവൽ എന്ന് പറയുന്നത് ഇതാണെന്ന് നോക്കുക. ഇനീഷ്യലി ദിസ് വാസ് ദ വാട്ടർ ലെവൽ. ഓക്കെ, ട്യൂബിൻ്റെ അകത്ത് വാട്ടർ ലെവൽ. ഇനി എന്തുകൊണ്ടാണ് കാപ്പിലറി റൈസ് ഉണ്ടാകുന്നത്? കാപ്പിലറി റൈസ് ഹാപ്പൻസ് ഡ്യൂ ടു അഡഷൻ അല്ലെങ്കിൽ അഡസീവ് ഫോഴ്സ് ബീങ് മോർ ദാൻ കൊഹസീവ് ഫോഴ്സ്. അഡസീവ് ഫോഴ്സസ് ആയിരിക്കും കാപ്പിലറി റൈസിന്റെ റീസൺ ആയിട്ട് വരുന്നത്. ഇനി എന്താണ് അഡസീവ് ഫോഴ്സസ്? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അഡസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇസ് ദ ഫോഴ്സ് എക്സൈറ്റഡ് ബിറ്റ്വീൻ മോളിക്യൂൾസ് ഓഫ് ഡിഫറെന്റ് മെറ്റീരിയൽ. ഇവിടെ വാട്ടർ, ഇതിൻ്റെ അകത്ത് വാട്ടർ എന്ന് ഓർക്കുക. സോ ദ ലിക്വിഡ് ഇസ് വാട്ടർ. ഈ സോളിഡ് സർഫസ് അല്ലെങ്കിൽ ഈ ഗ്ലാസ് ട്യൂബിന്റെ സർഫസ് എന്ന് പറയുന്നത് ഗ്ലാസ് ആണ്. Capillary rise happens due to adhesive force being greater than cohesive force. Adhesion ആയിരിക്കും capillary റൈസിന്റെ റീസൺ ആയിട്ട് വരുന്നത്. ഇനി എന്താണ് adhesion? Adhesion എന്ന് പറയുന്നത് the force acting between molecules of different type. ഇവിടെ ഏതൊക്കെ ടൈപ്പ് മോളിക്യൂൾസ് ഉണ്ട്? ഇവിടെ വാട്ടറിന്റെ മോളിക്യൂൾസ് ഉണ്ട്, ഈ ഗ്ലാസ് ട്യൂബ് ഗ്ലാസിന്റെ മോളിക്യൂൾസ് ഉണ്ട്. അപ്പൊ ഇവിടുത്തെ വാട്ടറിൽ നിന്ന് മോളിക്യൂൾസ് വിൽ ബി റൈസിങ് അല്ലെങ്കിൽ വിൽ ബി ഗെറ്റിംഗ് സ്റ്റിക്കൺ ഓൺ ടു ദിസ് ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ ഒട്ടി പോകും. അങ്ങനെ ഒട്ടി മേളിലോട്ട് കയറി വന്ന് യു വിൽ ഗെറ്റ് എ ഷേപ്പ് ലൈക്ക് ദിസ്. ഓക്കെ, ഇങ്ങനെയായിരിക്കും കാപ്പിലറി റൈസ് ഉണ്ടാകുന്നത്. പിന്നെ ഒന്നുകൂടി പറയാം, കാപ്പിലറി റൈസ് ഉണ്ടാകുന്നതിന്റെ കാരണം അഡഷൻ ആണ്. അഡഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലിക്വിഡിലെ മോളിക്യൂൾസ് വിൽ ഹാവ് എ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ടു ദ മോളിക്യൂൾസ് ഇൻ ദ ഗ്ലാസ്. ഗ്ലാസ്സിലെ മോളിക്യൂൾസുമായിട്ട് അതിൻ്റെ ഒരു അട്രാക്ഷൻ ഉണ്ടാവും. ആ സാധനം അതുമായിട്ട് പറ്റിപ്പിടിച്ച് ഇങ്ങനെ മേലോട്ട് കയറിപ്പോകും. അങ്ങനെയാണ് നമുക്ക് ഈ ഷേപ്പ് കിട്ടുന്നത്. ഓക്കെ, നൗ ദിസ് ഈസ് ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട്. ഇതാണ് സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ച സാധനം. സർഫസ് ടെൻഷൻ അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തുണ്ട്. ദിസ് ആംഗിൾ വിൽ ബി തീറ്റ. സിമിലർലി ദിസ് ആംഗിൾ വിൽ ബി ഓൾസോ തീറ്റ. ഓക്കെ, നൗ ലെറ്റ് ദിസ് ഹൈറ്റ് ബി. ഈ ഹൈറ്റ് എന്ന് പറയുന്നത് h. ഇതാണ് നമ്മുടെ കാപ്പിലറി റൈസ്. ഇത്രയാണ് ലെവൽ ഡിഫറൻസ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ h എന്ന് പറയുന്നത് നമ്മുടെ കാപ്പിലറി റൈസ് എന്ന് പറയുന്നത്. ഇനി യു ക്യാൻ ഹാവ് കാപ്പിലറി ഫോൾ ഓൾസോ. അത് നമുക്ക് അതിലേക്ക് വരാം. ഇനി ഇതിന്റെ വെർട്ടിക്കൽ കമ്പോണന്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ സർഫസ് ടെൻഷന്റെ വെർട്ടിക്കൽ കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ എലോങ് ദിസ് ഡയറക്ഷൻ ആണ്. തീറ്റ ഇവിടുന്ന് എടുക്കുന്നതുകൊണ്ട് സോ ദിസ് വിൽ ബി സിഗ്മ കോസ് തീറ്റ. ഓക്കെ, ഇനി അത് ഈ പോയിന്റിൽ മാത്രമാണ് ആക്ട് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ കാണുന്നതനുസരിച്ച് ഈ പോയിന്റിൽ മാത്രമാണ് ആക്ട് ചെയ്യുന്നത്. അത് എവിടെയൊക്കെ ആക്ട് ചെയ്യുന്നുണ്ട്? എവിടെയെല്ലാമോ ലിക്വിഡ് ഗ്ലാസ് ട്യൂബുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നു അവിടെയെല്ലാം ഇത് ആക്ട് ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ വട്ടത്തിൽ മൊത്തം ആക്ട് ചെയ്യുന്നുണ്ട്. ശരിയല്ലേ?
ഇതിപ്പോൾ നമ്മുടെ അതിന്റെ പ്ലാൻ വരയ്ക്കുകയാണ്. ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പോയിന്റ് ആണ്, ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പോയിന്റ് ആണ്. ലൈക്ക് വൈസ് ഇവിടെ 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 ഇങ്ങനെ ത്രൂ ഔട്ട് പെരിമീറ്ററിൽ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ ഫോഴ്സ് എന്താണ്? ടോട്ടൽ വെർട്ടിക്കൽ ഫോഴ്സ് എന്ന് പറയുന്നത് ദിസ് ഇസ് ദ വെർട്ടിക്കൽ കമ്പോണന്റ് which is acting all along the perimeter 2 pi r. If r is a radius, 2 pi r പെരിമീറ്ററിൽ അത് ആക്ട് ചെയ്യുന്നുണ്ട്. ഇനി അത് എന്തിനെയാണ് ഒപ്പോസ് ചെയ്യുന്നത്? ഒപ്പോസ് ചെയ്യുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എം ജി ആയിരിക്കും ഒപ്പോസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കറിയാം മാസ് അല്ലെ, മാസ് ഡെൻസിറ്റി റോ എന്ന് പറയുന്നത് മാസ് ബൈ വോളിയം ആണ്. അപ്പോൾ വാട്ട് വിൽ ബി മാസ്? മാസ് വിൽ ബി ഈക്വൽ ടു റോ ഇൻറ്റു വോളിയം. ഇനി വോളിയം, ഈ ട്യൂബിന്റെ വോളിയം എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഇതൊരു സിലിണ്ടറിക്കൽ ട്യൂബാണ്. സോ വോളിയം വിൽ ബി ഈക്വൽ ടു പൈ ആർ സ്ക്വയർ ഇൻറ്റു എച്ച്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് ഫോഴ്സ് വിച്ച് ഇസ് ആക്ടിങ് ത്രൂ ഔട്ട്, അത് ഷുഡ് ബി ഈക്വൽ ടു ദ ഡൗൺവേർഡ് ഫോഴ്സ്. ഡൗൺവേർഡ് ഫോഴ്സ് എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് എം ജി. മേളിലോട്ടുള്ളത് സിഗ്മയുടെ കോസ് കമ്പോണന്റ്, അതാണ് വെർട്ടിക്കൽ ഫോഴ്സ്. പക്ഷെ അത് ഒരു പോയിന്റിൽ മാത്രം ആക്ട് ചെയ്യുന്നതാണ് സിഗ്മ കോസ് തീറ്റ. അങ്ങനെ അത് എല്ലാ പോയിന്റിലും ആക്ട് ചെയ്യുന്നുണ്ട്. അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു ഓക്കെ ഡൺ. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ തലങ്ങും വിലങ്ങും എല്ലാം വെട്ടിക്കൂട്ടുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? കാപ്പിലറി റൈസ് എച്ച് ഇസ് ഈക്വൽ ടു 2 സിഗ്മ കോസ് തീറ്റ ഡിവൈഡഡ് ബൈ റോ ജി ആർ. ഇതാണ് കാപ്പിലറി റൈസിന്റെ ഇക്വേഷൻ. ഓക്കെ, സോ എച്ച് വിൽ ബി ഈക്വൽ ടു 2 സിഗ്മ കോസ് തീറ്റ ഡിവൈഡഡ് ബൈ റോ ജി ആർ. എച്ച് എന്ന് പറയുന്നത് റൈസ് ഓർ ഫോൾ, ഇറ്റ്സ് എ ലീനിയർ ഡയമെൻഷൻ, സോ ഇറ്റ് വിൽ ബി ഡിനോട്ടഡ് ഇൻ മില്ലിമീറ്റേഴ്സോ സെന്റിമീറ്റേഴ്സോ മീറ്റേഴ്സോ ഒക്കെ ആയിട്ടായിരിക്കും കാപ്പിലറി റൈസും ഫോളും പറയുന്നത്. ഇനി കാപ്പിലറി ഫോൾ എപ്പോഴാണ് സംഭവിക്കുന്നത്? Okay, capillary fall happens when cohesion is greater than adhesion. ഇപ്പൊ കൊഹസീവ് ഫോഴ്സസ് ആണ് കൂടുതൽ. കൊഹസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇപ്പൊ ആദ്യം ലിക്വിഡ് ഈ മോളിക്യൂൾസ് ഇവിടം വരെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെ ഇരുന്ന മോളിക്യൂൾസ് എല്ലാം താഴത്തോട്ട് ഫോഴ്സ് എക്സൈറ്റ് ചെയ്യാൻ തുടങ്ങി. ഫോഴ്സ് എക്സൈറ്റ് ചെയ്ത് ഇറ്റ് വിൽ ടേക്ക് എ ഷേപ്പ് ലൈക്ക് ദിസ്. ഓക്കെ, ഇറ്റ് വിൽ ടേക്ക് എ ഷേപ്പ് ലൈക്ക് ദിസ്. അപ്പൊ ഇതിന്റെ സർഫസ് ടെൻഷൻ ഇത് ഇങ്ങനെ ആയിരിക്കും ആക്ട് ചെയ്യുന്നത്. സർഫസ് ടെൻഷൻ എപ്പോഴും സർഫസിന് അലോങ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. സോ ദിസ് വിൽ ബി ദ സർഫസ് ടെൻഷൻ ആക്ടിങ്. ഓക്കെ, നൗ ദിസ് ഈസ് ദ ഫോൾ. കാപ്പിലറി ഫോൾ എന്ന് പറയുന്നത് ഈ സാധനമായിരിക്കും. ഇതും നമ്മൾ പഴയ പോലെ വെർട്ടിക്കൽ കമ്പോണന്റും എല്ലാം എടുത്ത് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് ദ സെയിം ഇക്വേഷൻ എച്ച് ഈസ് ഈക്വൽ ടു 2 സിഗ്മ കോസ് തീറ്റ ഡിവൈഡഡ് ബൈ റോ ജി ഇൻറ്റു ആർ. സോ ദ ഇക്വേഷൻ റിമെയിൻസ് ദ സെയിം, 2 സിഗ്മ കോസ് തീറ്റ ഡിവൈഡഡ് ബൈ റോ ജി ആർ. ഇനി ഈ ഇക്വേഷനിൽ നിന്ന് അല്ലെങ്കിൽ കാപ്പിലറി റൈസ് ഓർ കാപ്പിലറി ഫോളിന്റെ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഓക്കെ, കാപ്പിലറി റൈസിന് ഒരു എക്സാമ്പിൾ പറഞ്ഞേ. കാപ്പിലറി റൈസിന്റെ നമ്മൾ നേരത്തെ കണ്ട എക്സാമ്പിൾ തന്നെ, ഇറ്റ് ഇസ് എ ഗ്ലാസ് ട്യൂബ് ഇൻ വാട്ടർ. ഇറ്റ് ഇസ് ആൻ എക്സാമ്പിൾ ഫോർ കാപ്പിലറി റൈസ്. Now what about capillary fall? നമ്മൾ നേരത്തെ കണ്ട സെയിം എക്സാമ്പിൾ, ഗ്ലാസ് ട്യൂബ് ഇൻ മെർക്കുറി. ഗ്ലാസ് ട്യൂബ് ഇൻ മെർക്കുറി. ഓക്കെ, ഇനി ഇതിന്റെ അകത്തുനിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഒരു അനദർ ഇമ്പോർട്ടൻറ്റ് പോർഷൻ എന്ന് പറയുന്നത് റിലേഷൻ ഓഫ് കാപ്പിലറി റൈസ് ഓർ ഫോൾ വിത്ത് ഡയമീറ്റർ ഓഫ് ദ ട്യൂബ് ആണ്. അപ്പൊ കാപ്പിലറി റൈസ്, ഇപ്പൊ ഇക്വേഷൻ ഒന്ന് എടുത്ത് നോക്കിയാൽ ഇക്വേഷനിലെ കാപ്പിലറി റൈസ് എന്ന് പറയുന്നത് എച്ച് is directly proportional to 1 by r. r എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദ ട്യൂബ്. ഓക്കെ, റേഡിയസ് ഓഫ് ട്യൂബിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്ത്? കാപ്പിലറി ഫോൾ അല്ലെങ്കിൽ കാപ്പിലറി റൈസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1 by r എന്ന് പറഞ്ഞാൽ എന്താ മീൻ ചെയ്യുന്നത്? റേഡിയസ് കൂടുമ്പം കാപ്പിലറി ഹൈറ്റ് കുറയും, അല്ലെ കാപ്പിലറി റൈസ് കുറയും. റേഡിയസ് കുറയും തോറും കാപ്പിലറി റൈസ് കൂടും. അപ്പൊ ഹൗ ക്യാൻ യു നള്ളിഫൈ ദി ഇഫക്റ്റ് ഓഫ് കാപ്പിലാരിറ്റി? കാപ്പിലാരിറ്റി ഇല്ലാതാക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? റേഡിയസ് ഷുഡ് ബി മെയ്ഡ് മാക്സിമം. മാക്സിമം റേഡിയസ് ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? എച്ച് വിൽ ബി ദ മിനിമം. ഇപ്പൊ കാപ്പിലാരിറ്റി മിനിമം ആക്കണമെങ്കിൽ റേഡിയസ് എപ്പോഴും മാക്സിമം ആക്കണം. ഓക്കെ, ദാറ്റ് ഈസ് ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ്, ഈ ഒരു ഫിഗർ ശ്രദ്ധിച്ചു നോക്കിയേ. ഇതിന്റെ അകത്ത് ദിസ് ഈസ് ആർ. ഓക്കെ, ഇതിൽ ഇത്രയുണ്ട് ആർ. നൗ ആർ ഇസ് ഗെറ്റിംഗ് റെഡ്യൂസ്ഡ്. ആർ എന്ന് പറഞ്ഞാൽ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. റേഡിയസ് ഓഫ് ദ ട്യൂബ് ആണ് ആർ. ആർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആർ കുറയുമ്പോൾ എന്താ ഉണ്ടായിരിക്കുന്നത് നോക്കിയേ? കാപ്പിലറി റൈസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എച്ച് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ എന്ന് പറയുന്നത് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റിലേഷൻ.
റേഡിയസ് കുറയും തോറും കാപ്പിലറി റൈസ് കൂടിക്കൊണ്ടേയിരിക്കും. അത് തന്നെയാണ് നമ്മൾ ഇതിന്റെ ഫസ്റ്റ് ഫിഗറിൽ കണ്ടത്. ഇവിടെ ഇത്രയും വലിയ ട്യൂബാണ്. സോ ദിസ് വിൽ ബി റേഡിയസ് 2 times റേഡിയസ് ഡയമീറ്റർ. ഈ കേസിൽ ഇത്രയേ ഉള്ളൂ, 2 times റേഡിയസ്. സോ ഇവിടെയാണ് റേഡിയസ് കുറവ്. റേഡിയസ് കുറവുള്ളിടത്താണ് കാപ്പിലറി റൈസ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്. ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ കേരള PSC ചോദിച്ചേക്കുന്നത് 2013. സോ ദ ക്വസ്റ്റ്യൻ ഗോസ് ലൈക്ക് ദിസ്: വാട്ടർ റൈസസ് അപ് ടു എ ഹൈറ്റ് h in a capillary tube of certain diameter. എത്രയോ ഡയമീറ്റർ ഉണ്ട്, ആ ഡയമീറ്റർ എത്രയാണെന്ന് നമുക്ക് അറിയത്തില്ല. വാട്ടർ റൈസസ് അപ് ടു ഹൈറ്റ് ഓഫ് h ഹൈറ്റ് വരെ റൈസ് ചെയ്തു. Now this capillary tube is replaced. ആ capillary tube നമ്മൾ എടുത്ത് മാറ്റി, എന്നിട്ട് by a similar tube of half the diameter. ഓക്കെ, അപ്പൊ ഫസ്റ്റ് കേസിലെ കേസ് 1 നമുക്കറിയാം. ഓക്കെ, capillary rise is equal to 2g cos theta divided by rho g r, അല്ലെങ്കിൽ h is inversely proportional to r നമുക്കറിയാം. ഓക്കെ, കേസ് 1 h is already given for a certain diameter d. അപ്പൊ നമുക്കൊരു d എന്ന് പറഞ്ഞ ഡയമീറ്റർ തന്നെയായിട്ട് അസ്യൂം ചെയ്യാം, അല്ലെങ്കിൽ d എന്ന് പറഞ്ഞൊരു വാല്യൂ നമുക്ക് അങ്ങ് അസ്യൂം ചെയ്യാം. So h will be directly proportional up to 1/d. ഓക്കെ, ശരിക്കും റേഡിയസ് ആണ്. റേഡിയസ് എന്ന് പറയുന്നത് ഇനി നമ്മളിവിടെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബിക്കം ഡയമീറ്റർ. പക്ഷെ പ്രൊപ്പോർഷണാലിറ്റി ആണ് നമ്മൾ പറയുന്നത്, അതുകൊണ്ട് 2 എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, അത് വേരിയേഷൻ സെയിം, വേരി ചെയ്യുന്നത് സെയിം ആയിട്ടായിരിക്കും. പിന്നെ കേസ് 2 h ഡാഷ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എന്താണ് ചെയ്തിരിക്കുന്നത്? കാപ്പിലറി ട്യൂബ് ഇസ് റീപ്ലേസ്ഡ് ബൈ സിമിലർ ട്യൂബ് ഓഫ് ഹാഫ് ദ ഡയമീറ്റർ. ഡയമീറ്റർ പകുതിയാക്കി, d/2 ആക്കി. ഓക്കെ, ഇനി നമ്മൾ ഇതിന്റെ റിലേഷൻസ് ആയിട്ട് എടുക്കുകയാണ്. If this is 1, 2, equation 2 divided by 1 will be h dash by h is equal to d/2 by d. So h dash will be equal to what? 2 times h. ഡയമീറ്റർ പകുതിയാക്കിയപ്പോൾ കാപ്പിലറി റൈസ് ഇരട്ടിയായി. ഡയമീറ്റർ പകുതിയാക്കിയപ്പോൾ കാപ്പിലറി റൈസ് ഇരട്ടിയായി. Okay, so the answer will be what? Answer will be 2h. So this is a very simple problem from capillarity. Capillarity എന്ന് പറയുന്ന പോർഷനിൽ നിന്ന് ആകെ 2 ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ളൂ. One based on this ഈ ഇക്വേഷനെ ബേസ് ചെയ്തിട്ടും 2 ഈ റിലേഷനെ h inversely proportional to r എന്ന റിലേഷനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. So that is all about capillarity. Thank you.